സത്യം പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് സമ്പന്നതയുടെ ആശയം അല്ല. എന്ന് പറഞ്ഞാൽ സുവിശേഷം നിമിത്തം ഒരാൾ ബഹുസമ്പന്നനായാൽ, അതിസമ്പന്നനായാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്നാണ് സത്യത്തിനർത്ഥം. എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് ജീവിക്കാൻ ഉള്ളതിനപ്പുറത്തേക്കുള്ള പൈസ എന്റെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കായി കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഓഹരി സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട്, അത് ഈ ചിലർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന സഭയിലേക്ക് കൊടുക്കുന്ന അങ്ങനല്ല. ഓഹരി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എനിക്ക് കിട്ടുന്നത് ഒരു 5ആയിട്ട്, 4 വ്യക്തികളുള്ള എന്റെ കുടുംബത്തിൽ എന്റെ കയ്യിൽ സുവിശേഷ പ്രവർത്തനം മൂലം കിട്ടുന്ന പണം അത് 5ആയിട്ട് തിരിച്ച് അതിന്റെ ഒരു ഭാഗം സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് വേർതിരിക്കേണ്ട ആവശ്യകതയുണ്ട്. ചിലർ ദശാംശമായി കൊടുക്കുന്നു. പഴയ നിയമത്തിലൊരു കണക്ക് അത്രയെങ്കിലും ചെയ്യണം, അങ്ങനെയെങ്കിലും ചെയ്യണം. ഇതാണ് ഇതിന് ശരിയായ ഒരു രീതി. അപ്പം സുവിശേഷ പ്രവർത്തകർ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകന്മാർ അതിസമ്പന്നന്മാരാണെങ്കിൽ സമ്പന്നന്മാരായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സുവിശേഷ പ്രവർത്തനം മൂലം സമ്പന്നന്മാരാകുവാൻ കഴിയുകയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ജീവിക്കാൻ ഉള്ളതിനപ്പുറത്തേക്ക് പൈസ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അത് സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ടെന്ന് പറയുമ്പോൾ പരസ്യയോഗം നടത്തുക അല്ലെങ്കിൽ മുറ്റത്ത് കൺവെൻഷൻ നടത്തുക എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ ഇതിലൂടെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കുക എന്നുള്ളതും നഗ്നനെ ഉടുപ്പിക്കുക എന്നുള്ളതും ഈ സുവിശേഷത്തിന്റെ ഭാഗമാണെന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം.